ദേശീയപാതയിലെ സർവീസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ചോമ്പാല അഴിയൂർ മേഖലയിലെ ദേശീയപാതയിലാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടായി സർവീസ് റോഡ് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. ദേശീയപാത ചോമ്പാല അഴിയൂർ മേഖലയിലെ സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നു മരണക്കെണിയാവുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. കുഞ്ഞിപ്പള്ളി ടൗണിലെ വ്യാപാരി വിനയൻ, ഓട്ടോ ഡ്രൈവർ മാഹിയിലെ CK റഫീഖ്, ഏറ്റവും ഒടുവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ മുക്കാളി KSCB ഓഫീസ് സമീപത്തു നിന്നും ചോമ്പാൽ താഴെത്തോട്ടത്തിൽ നാണു എന്നിവരാണ് സർവീസ് റോഡിലെ കുഴിയിൽ വീണ് ദാരുണാന്ത്യം നടന്നത്. കനത്ത മഴയിൽ റോഡിലെ കുഴി തിരിച്ചറിയാൻ കഴിയാത്തത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായത്. അഴിയൂരിനും കൈനാട്ടിക്കുമിടയിൽ നിരവധി കുഴികൾ നിലവിലുള്ളതായി യാത്രക്കാർ പറയുന്നു. ചെറുതും വലുതുമായി നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പലതവണ പ്രശ്നത്തിന്റെ ഗൗരവം ജനപ്രതിനിധികൾ ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചുവെങ്കിലും ഫലം നിരാശ മാത്രമാണ്. കരാർ കമ്പനികൾ നടത്തുന്ന അറ്റകുറ്റപ്പണിയുന്ന പ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് കരാർ കമ്പനിയായ അദാനിക്ക് താൽപ്പര്യമില്ല. ഉപകരാർ എടുത്ത വകാടിന് വേണ്ട നിർദ്ദേശം അദാനിയിൽ നിന്ന് ലഭിക്കുന്നില്ല. മുക്കാളി ശനിയാഴ്ച അപകടം വരുത്തിയ കുഴി നാട്ടുകാരാണ് താൽക്കാലികമായി അടച്ചത്. റോഡിന്റെ തകർച്ച മൂലം ഗതാഗത തടസ്സം പതിവ് കാഴ്ചയാണ്. റോഡ് തകർച്ചയ്ക്കൊപ്പം ഡ്രൈനേജിന് മുകളിലെ കവർ സ്ലാബുകൾ പൊട്ടിയതും അപകടം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുക്കാളി ദേശീയപാത സർവീസ് റോഡിൽ അപകടക്കുഴി മൂലം മരണം നടന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അടിയന്തരമായി കുഴികൾ അടച്ച് ഇനിയൊരു ജീവൻ ദേശീയപാതയിൽ പൊലിയരുതെന്ന് താലൂക്ക് വികസന സമിതി അംഗം പ്രദീപ് ചോമ്പാല, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമോദ് മാട്ടാണ്ടി, ദേശീയപാത കർമ്മസമിതി ജില്ലാ കൺവീനർ AT മഹേഷ്, ജനകീയ മുന്നണി അഴിയൂർ പഞ്ചായത്ത് കൺവീനർ TC രാമചന്ദ്രൻ, കോൺഗ്രസ് അഴിയൂർ മണ്ഡലം പ്രസിഡന്റ് C ബാബുരാജ് എന്നിവർ ആവശ്യപ്പെട്ടു.